ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിന് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ച് വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം തകർത്തതായി പരാതി. ഇടുക്കി അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ കീഴിലുള്ള ഹോസ്റ്റലിൽ വെച്ചാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് സർവീസിംഗ് എന്നീ കോഴ്സുകൾ പഠിപ്പിക്കുന്ന തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി ഇവരുടെ തന്നെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. വീടിന്റെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിൽ 3 മുറികളിലായി 11 വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നു. ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികൾ സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിയുടെയും സുഹൃത്തുക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ ഈ വിവരം അധ്യാപകരെ അറിയിച്ചു. തുടർന്ന് ഇവർ നിർദ്ദേശിച്ചത് പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി നൽകുകയും ചെയ്തു. പിന്നാലെ ലഹരി ഉപയോഗിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അധ്യാപകർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പകർത്തി നൽകിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ അധ്യാപകർ വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടെന്നും പറയുന്നു. ദൃശ്യങ്ങൾ പകർത്തി നൽകിയ ആളെ മനസ്സിലാക്കിയ സഹപാഠികൾ കോളേജ് ഹോസ്റ്റലിൽ എത്തിയതിന് പിന്നാലെ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ജനനേന്ദ്രിയം തകർക്കുകയുമായിരുന്നു. കഞ്ചാവ് പോലത്തെ ലഹരി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനത് വീഡിയോ എടുത്ത് സാർമാർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അവിടുത്തെ HOD സാർ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വീഡിയോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയും സാറുമാർ അന്ന് തന്നെ വരികയും ചെയ്തതാണ്. ഇമാരെ ചെക്ക് ചെയ്ത് ഹോസ്റ്റൽ മൊത്തം നോക്കിയത് ഒന്നും തന്നെ കിട്ടിയില്ലായിരുന്നു. അമ്മമാർ ഭയങ്കര തെറിയായിരുന്നു. തെറി പറഞ്ഞ ഈ ശിവസൂര്യ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അവിടെ കയറി ഇങ്ങനെ പിടിച്ച് അമ്മയ്ക്ക് സമയത്ത് വേന പറഞ്ഞ എണീറ്റു. ആ സമയത്ത് ഇടിക്കുകയും കൂടെ ആയിരുന്നു. നല്ല രീതിക്ക് തെറിയും പറയുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമില്ല. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് തുടർ ചികിത്സ ആവശ്യമാണ്. പിതാവ് ക്യാൻസർ രോഗബാധിതനായതിനാൽ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സംഭവത്തിൽ സ്ഥാപന അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ, ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം വേണമെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ആവശ്യം. ജനം, ഇടുക്കി.